പാലക്കാട് കൊടുമ്പ് പഞ്ചായത്തിൽ കൃഷിഭൂമി വ്യാപകമായി നികത്താൻ ഭൂമാഫിയകൾ രംഗത്ത്. ഭൂമി നികത്തൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും വില്ലേജ് ഉദ്യോഗസ്ഥരുടെയും മൗനാനുവാദത്തോടെയെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി. 16 ഏക്കറോളം സ്വകാര്യ വ്യക്തിയുടെ കൃഷിഭൂമി നികത്തിയെന്നും അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം പിഴയൊടുക്കി ക്രമവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിന്മേലാണെന്നും കൃഷ്ണൻകുട്ടി ആരോപിച്ചു. പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും വില്ലേജ് ഉദ്യോഗസ്ഥരുടെയും മൗനാനുവാദത്തോടെ നടക്കുന്ന കൃഷിഭൂമി നികത്തലിനെതിരെ മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി നൽകി. കൊടുമ്പ് വില്ലേജ് പരിധിയിൽ വരുന്ന കൃഷിഭൂമിയാണ് വ്യാപകമായി നികത്തുന്നത്. 2008 നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി നികത്താനായി രംഗത്തുള്ളത് ഭൂമാഫിയും റിസോർട്ട് മാഫിയുമാണ്. മിഥുനം പള്ളം പൊറ്റക്കളത്തെ സ്വകാര്യ വ്യക്തിയുടെ 16 ഏക്കറിലധികം വരുന്ന വയലാണ് റിസോർട്ട് ഫ്ളാറ്റ് ആവശ്യങ്ങൾക്കായി നികത്തുന്നത്. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം പിഴയൊടുക്കി ക്രമവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിലാണ് വ്യാപകമായ നിലനികത്തൽ നടക്കുന്നത്. പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകൾക്ക് സമീപം നിയമവിരുദ്ധ നിലനികത്തൽ നടത്തുന്നതിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നികത്തൽ തുടരുകയാണ്. വയൽ നികത്തലിനെതിരെ നടപടി ശുപാർശ ചെയ്ത കൃഷി ഓഫീസറെ ഭീഷണിപ്പെടുത്തിയതും ആരോപണമുണ്ട്. പരാതിയിൽ കഴമ്പുണ്ടായിട്ടും പ്രാദേശിക ഭരണ നേതൃത്വം സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി പരാതി നൽകിയത്. കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡ് ദാസൻപൊറ്റക്കളം ആണ് ഇത് അറിയപ്പെടുന്നത്. ഈ കാണുന്ന ഈ കൃഷിസ്ഥലങ്ങൾ ഇത് സുഗതൻ എന്ന വ്യക്തിയുടെ 16 ഏക്കറിൽ കൂടുതൽ വരുന്ന കൃഷിസ്ഥലമാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടുന്ന നിലവിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട കൃഷിഭൂമികളാണ്. ഈ കാണുന്ന കൃഷിഭൂമികൾ അനധികൃതമായി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് സുഗതൻ എന്ന വ്യക്തി കൈമാറുകയും എന്നാൽ സുഗതൻ്റെ പേരിൽ തന്നെ നിലവിൽ ഈ ഭൂമി നിലനിർത്തിക്കൊണ്ട് അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നതിൻ്റെ പേരിൽ മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർ അടങ്ങുന്ന വിവിധ വകുപ്പ് മേധാവികൾക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പമ്മ കൊടുത്ത് വർക്ക് നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇവിടുത്തെ കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ ഭേദമന്യേ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ വൻ അഴിമതിയാണ് ഈ കാണുന്ന അനധികൃത നിർമ്മാണങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് ജില്ലയെ കോൺക്രീറ്റ് വനമാക്കുന്നത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞു പോകുന്ന റവന്യൂ ഡിവിഷൻ ഓഫീസർമാരുടെ കുത്തഴിഞ്ഞ അഴിമതിയും കോടിക്കണക്കിന് രൂപയുടെ ആർത്തിയുമാണ് ഈ കാണാൻ ഇടയായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.